അനീഷ് അനീഷ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ. അനീഷ് നല്ല പ്ലെയർ ആണ്, നല്ലപോലെ കളിക്കുന്നുണ്ട്. അനുവിന് കിട്ടല്ലോ അതിന് കപ്പ്. ആ യുവന്മാർ രണ്ടുപേരും പറഞ്ഞായിരുന്നു. അനീഷ് തന്നെ എനിക്ക് നല്ല പ്ലെയറും മറ്റുള്ള ഇതൊക്കെ തന്നെ യുവന്മാർ പറഞ്ഞ പോലെ തന്നെ നല്ല അവളെ എനിക്ക് ഫുള്ള് കാര്യത്തിൽ റാണി സാവുമാൻ അടിയൊന്നും ഉണ്ടാക്കാനില്ല, നല്ല കാമായിട്ട് എപ്പോഴും അനീഷിനോ ഷാനവാസിനോ അവരായിരുന്നു. അനുമോള് അങ്ങനെ കാരണം ചോദിച്ചാൽ ഇപ്പൊ ഞാനെന്ത് പറയാം, എന്തായാലും എനിക്ക് അനീഷിനെയും ഷാനവാസിനെയായിരുന്നു ഈ തവണത്തെ ബിഗ് കപ്പ് അനിമോൾക്കല്ലേ കിട്ടിയത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അനിമോൾ കിട്ടുന്ന അർഹതയായിരുന്നു അതോ അല്ലായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അഭിപ്രായം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനിമോൾക്ക് അനീഷിനാണ്. എൻ്റെ ഒരു ഇത് അനീഷിനായിരുന്നു, പക്ഷേ കിട്ടിയത് അനിമോൾക്കായിപ്പോയി. അനിമോളെങ്കിൽ എപ്പോഴും കരച്ചിലും പിടിച്ചിലും എന്നിട്ടും അനിമോൾക്ക് കിട്ടിയത് അത് മോശമൊന്നുമല്ല, പക്ഷേ അനിമോളുടെ ഒരു ഇതില് അനിമോളെക്കാട്ടിലും യോഗ്യത അനീഷിനുണ്ടായി, പക്ഷേ പക്ഷെ പകുതി നമുക്ക് ആൾക്കാരും പറയുന്നുണ്ട് അനിമോളെങ്കിൽ ഇപ്പം PR വർക്ക് കൊടുത്തിട്ട് എങ്ങനെ നേടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയാ അഭിപ്രായം, യോജിക്കുന്നുണ്ടോ ഇല്ലയോ? പൈസ കൊടുക്കാതെ അവളെ അതിപ്പോ ഓഡിയൻസിന്റെ ഒരു ഇതായിരിക്കുമല്ലേ. എന്നാലും ഞങ്ങളിപ്പോ മൊത്തം പകുതി ആൾക്കാരും ചോദിച്ചാൽ അവരെല്ലാം അനിമോൾക്കെതിരാ, പൂരം ആൾക്കാരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒരു ഊഹാബോധമായിട്ട് ഇങ്ങനെ വിചാരിക്കാമല്ലോ, അനിമോളെങ്കിൽ പൈസ കൊടുത്ത് ഇങ്ങനെ PR ഒക്കെ ചെയ്ത് കയറ്റിയതാന്നൊക്കെ. അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയാ, അനിമോളാണോ അനീഷാണോ? അനീഷ്. അനിമോൾക്ക് കിട്ടുന്ന കപ്പ് കിട്ടിയതിനെ പറ്റി യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ വേറെ ആർക്ക് കിട്ടണമെന്ന്? അനീഷ്. അതിനാ കാരണം എന്നാ അനീഷ് കിട്ടുന്ന ആഗ്രഹം? അനീഷ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാ. അതെ, അനീഷ് നല്ല പ്ലെയർ ആണ്, നല്ലപോലെ കളിക്കുന്നുണ്ട്. അനുവിന് കിട്ടല്ലോ അതിന് കപ്പ്. അനുവിന് വേണ്ടായിരുന്നു, അനീഷിന് മതിയായിരുന്നു. അഭിപ്രായം? അനീഷ് കാരണം എന്നാ അനീഷിനെ തന്നെ എടുക്കാൻ? ആ യുവന്മാർ രണ്ടുപേരും പറഞ്ഞായിരുന്നു. അനീഷ് തന്നെ എനിക്ക് നല്ല പ്ലെയറും മറ്റുള്ള ഇതൊക്കെ തന്നെ യുവന്മാർ പറഞ്ഞ പോലെ തന്നെ നല്ല അനിമോളിനെ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്നാ? അവളെ എനിക്ക് ഫുള്ള് കാര്യത്തിൽ റാണി ഫുള്ള് കരച്ചിലും നുണയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അനീഷ് വന്നേ. അനീഷ് ഉറപ്പിച്ചു. അനീഷ് കാരണം പ്ലെയർ അനിമോൾ ഇഷ്ടമില്ലാത്ത കാരണം കരച്ചിലൊക്കെ. സാവുമാൻ അടിയൊന്നും ഉണ്ടാക്കാനില്ല, നല്ല കാമായിട്ട് എപ്പോഴും ഇരുന്ന് പതിയെ ഗെയിം കളിക്കുന്നു. അനുമോളിന് ഇഷ്ടമില്ലെന്നൊന്നും അല്ല. അനുമോളിന് കപ്പ് കിട്ടത് ഇഷ്ടപ്പെട്ടോ അതോ അനീഷിന് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? അനീഷിന് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഏറ്റവും നിൽക്കുന്ന സാബുമോന, രണ്ടാമത് അനീഷ്, അത് കഴിഞ്ഞിട്ട് അനിമോള്. അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്, ഞാൻ ചുമ്മാ ഇറങ്ങി, ഞാൻ അനിമോൾക്ക് വേണ്ടി നിന്ന്, പക്ഷെ അവസാനം അവള് ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബിഗ് ബോക്സ് കൂടുന്നുണ്ട്, അനിമോള് കൊള്ളത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ്. അനിമോളിനെ ഇവിടെ ഇതാക്കി അനിമോള് ബിഗ് ബോസ് അടിച്ചേക്കുമ്പോ ബിഗ് ബോസിൽ അനിമോള് കാണുന്നെങ്കിൽ നിവിനെ കാണണം, അവനാണ് പൊളി. കോമാളി നെവിൻ, കോമാളി പൊളി ഇറങ്ങി. നെവിനാണ് പൊളി. നെവിൻ ഈ അനീഷ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. അനീഷ് സെറ്റ്. അനീഷിന് കപ്പ് കൊടുക്കണ്ടേ? അനിമോൾ എടുത്തോണ്ട് പോയ കപ്പ്. അനിമോൾ ഭയങ്കരമായിട്ട് കരയും, അതുകൊണ്ടാണ് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. എപ്പോഴും മോങ്ങി. അനിമോൾ ജയിക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അനിമോളാണ് ജയിക്കുന്നതിന് ശേഷം അനീഷാണ് നല്ലോണം കൂടുതൽ നല്ലോണം ഇതാക്കിയതും പിന്നെ ഇതൊക്കെ കുറച്ച് എഫോർട്ടൊക്കെ അനിമോളും കുറെ കരച്ചിലായിരുന്നു. ഭയങ്കര വിഷമവും ഭയങ്കര ഇതും കഷ്ടപ്പെട്ടു കേട്ടോ. അതിന് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടൊന്നുമില്ല. എന്നാൽ ഇവര് അനീഷാണ് ചെയ്യണം, കാരണം
കാരണം അനീഷ് അത്ര എഫേർട്ട് ഇട്ട് അടി ഇടിയൊന്നും കൂടാതെ മിണ്ടാതെ നിന്ന് കപ്പ് പക്ഷെ അനീഷിന് അത് കിട്ടിയില്ല. ഞങ്ങൾ സമരം ചെയ്യും. സമരം ചെയ്യണം. അനീഷ് എന്തിനാണ് അനീഷിന് എന്തിനാണ് ആ കപ്പ് കൊടുക്കാഞ്ഞത്? പറയേ ബിഗ് ബോസ്. നിങ്ങൾ പറ, നിങ്ങളെ ജനങ്ങളെ കേൾപ്പിച്ചേ, നിങ്ങളെ കൊടുക്കാന്ന്. അനിമോള് തെണ്ട് എപ്പോഴും കിടന്ന് തെണ്ട്. എനിക്ക് കപ്പ കിടന്ന് കരയലാമോ? അനിമോള് മോങ്ങി നെവിനാണ് പൊളി. നെവിനും അനീഷും ആണ് പൊളി. ആര്യനൊക്കെ പോട്ടെ, അവനൊക്കെ തെണ്ടി. അനിമോളെ എഫേർട്ട് അല്ല ഇട്ടത്, കരച്ചില് കാണിച്ചത് മാത്രമേ ഉള്ളൂ, എഫേർട്ട് ഇല്ല. അനീഷാണ് അൾട്രാ പൊളി. ചെറുതായിട്ട് ഒരു ഇത് ശ്രമിച്ചു, പക്ഷേ ഇതാണ് അനീഷ് എവിടെയെങ്കിലും അടി ഉണ്ടാകുമ്പോ പോയിട്ടുണ്ടോ? കരനൊന്നും സംഭവിക്കുന്നില്ല. അനീഷാണ് ശ്രമിച്ചിട്ട് കപ്പടിക്കാൻ പറ്റും, പക്ഷെ പറ്റിയില്ല. മോങ്ങി നടന്ന് കരഞ്ഞിട്ട് കപ്പ് എടുത്തോണ്ട്. അങ്ങനെ അനിമോൾ എപ്പോഴും കരച്ചിലും എഫേർട്ട് ഇല്ല. പക്ഷെ അനീഷ് ആണെങ്കിൽ എപ്പോഴും എഫേർട്ട് ഇട്ട് അടി കൂടാതെ നിന്നിട്ടാണ് കളിച്ച് ആ കപ്പ് പക്ഷെ ജയിച്ചില്ല. അത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അനീഷിന് വേണം കപ്പ് കിട്ടാൻ. അനീഷിന് വേണം കറക്റ്റ് കപ്പ് കിട്ടാൻ. നിങ്ങളെ ആൾക്കാരും അനീഷിനാണ് അനിമോള് കരഞ്ഞെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അനീഷ് എഫേർട്ട് ഇട്ടു. എഫേർട്ട് നല്ല ഇത് കിട്ടും, പക്ഷെ അവനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. പക്ഷെ ഈ അനിമോൾ അഭിനയിക്കുന്നോണ്ടാണ് ചില അതൊക്കെ കൊടുത്ത് അങ്ങനെ മേടിച്ചായിരിക്കും. അല്ലാതെ ഇങ്ങനൊന്നും അങ്ങനെ കിട്ടത്തില്ല. അനീഷാണ് കറക്റ്റ് എഫേർട്ട് ഇട്ടത്. അതുകൊണ്ടാണ് അനിമോൾ എപ്പോഴും കുറച്ച് കരയിക്കാം മോങ്ങിയ പോലെ. അനിമോള് അതുകൊണ്ടാണ് ഇത്രയും ഇത് കിട്ടുന്നത്. ബിഗ് ബോസിൽ എന്തായിരിക്കും? അനിമോള് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു, എന്തൊക്കെയോ ഇതെന്തോ പ്രശ്നം. പക്ഷെ അനിമോൾ ഇങ്ങനെ വഴക്കും ചില ഇതിലൊക്കെ പോകും. പക്ഷെ അനീഷ് വഴക്കിനൊന്നും വിടില്ല. അങ്ങനെ കരച്ചില്ല, എന്ത് പറഞ്ഞാലും കരച്ചില്ല. വല്ലതും പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അനിമോള് പെട്ടെന്ന് അഗ്രസീവ് ആവും. തൊട്ട അയ്യോ എന്നെ തുടരുത്. ഭയങ്കര കരച്ചിലും കള്ളത്തരം കാണിക്കാറുണ്ട്. പിന്നെ അനീഷ് എപ്പോഴും അനീഷ് തന്നെയാണ്. അനീഷ് ഒരിക്കലും വേറെ ആവാറില്ല. ആർട്ടിഫിഷ്യൽ പുരസ്ത്രീ അനീഷാണ് വിന്നർ. അനീഷ് വിന്നർ ആയിരിക്കണം, അല്ലെങ്കിൽ ബിഗ് ബോസിനെ അടിച്ചു പൊട്ടിക്കും. ഓക്കെ അതെ. ഈ തവണത്തെ ബിഗ് ബോസ് കപ്പ് അനിമോൾക്കല്ലേ കിട്ടിയിരിക്കുന്നത്? അതിനെപ്പറ്റി രണ്ട് അഭിപ്രായം പറയാമോ? അനിമോൾക്ക് കിട്ടുന്ന യോഗ്യതാണ് അനിമോള്? അല്ല, അനിമോൾക്കല്ലായിരുന്നു കിട്ടേണ്ടത്. ഒന്നിലേക്ക് അനീഷിനോ ഷാനവാസിനോ അവരായിരുന്നു കിട്ടാതിരിക്കാൻ കാരണം എന്തെങ്കിലും? അനുമോള് അങ്ങനെ കാരണം ചോദിച്ചാൽ ഇപ്പം ഞാനെന്ത് പറയാം. എന്തായാലും എനിക്ക് അനീഷിനെയും ഷാനവാസിനെയായിരുന്നു ഇഷ്ടം. അനിമോൾ എപ്പോഴും കരച്ചിലും കരച്ചിലായിട്ട് നടക്കുന്നതായിരുന്നു. അവസാനം വരെ വന്നിട്ട് നിൽക്കുകയും ചെയ്തു, കപ്പ് കിട്ടുകയും ചെയ്തു. അല്ല, അനിമോൾ പൈസ കൊടുത്ത് ഇങ്ങനെ അത് നമുക്കറിയില്ലല്ലോ, പറയുന്ന ഒരു PR കൊണ്ടാണൊക്കെ. നിങ്ങളെ ഒട്ടുമിക്ക പൂരം ആൾക്കാരും പറഞ്ഞ അന്വേഷണിക്കണം എന്നിട്ട് വോട്ടെണ്ണയിൽ അനിമോളിനാണ് കിട്ടിയത്. അത്രയും പൈസയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ടായിരിക്കും, അറിഞ്ഞൂടാ. എന്നാണെങ്കിലും അനീഷ് താഴെ നിങ്ങളുടെ പേര്